വാഷിംഗ്ടണിലെ ക്യാപിറ്റോൾ ഹില്ലിൽ നടന്ന ഹൗസ് കമ്മിറ്റി ഹിയറിംഗ് അമേരിക്കൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ നാടകീയ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. ഇറാനുമായുള്ള സൈനിക സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെ രാജ്യത്തുണ്ടായ അനിയന്ത്രിതമായ ഇന്ധന വിലക്കയറ്റം ട്രംപ് ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റിനെ സാക്ഷിയാക്കി നടന്ന ഈ വിചാരണയിൽ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഭരണകൂടത്തിന്റെ വിദേശ നയങ്ങളെ യാഥാർത്ഥ്യബോധമില്ലാത്ത ഭ്രാന്തൻ നീക്കങ്ങൾ എന്ന് വിശേഷിപ്പിച്ചു. ഗ്യാസോലിൻ വില ഗാലന് $4.12 കുതിച്ചതോടെ സാധാരണക്കാരായ അമേരിക്കക്കാർ നേരിടുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കമ്മിറ്റിയിൽ വലിയ ചർച്ചയായി. മാർസി കാപ്റ്റനും റോസ ഡെലോറോയും ഉൾപ്പെടുന്ന മുതിർന്ന ഡെമോക്രാറ്റിക് നേതാക്കൾ ക്രിസ് റൈറ്റിന് നേരെ തൊടുത്ത ചോദ്യങ്ങൾ ഭരണകൂടത്തെ അക്ഷരാർത്ഥത്തിൽ വിയർപ്പിച്ചു. മിഡിൽ ഈസ്റ്റിലെ സൈനിക ഇടപെടലുകൾ ആഗോള വിതരണ ശൃംഖലയെ തകർത്തുവെന്നും ഇതിന്റെ ഫലമായി ഇന്ധനവിലയിൽ 40% വർധനവുണ്ടായെന്നും അവർ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ജനതയുടെ ജീവിത ചെലവ് കുത്തനെ ഉയരുമ്പോൾ വൈറ്റ് ഹൗസ് വെറുമൊരു കാണിയായി നിൽക്കുകയാണോ എന്ന് മാർസി കാപ്റ്ററുടെ ചോദ്യം കമ്മിറ്റിയിൽ വലിയ നിശബ്ദത സൃഷ്ടിച്ചു. ഇന്ധനവിലയിൽ ഉണ്ടാകുന്ന ഓരോ പെനിയുടെ വർധനവും ദശലക്ഷക്കണക്കിന് അമേരിക്കൻ കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഡെലൗറോ മുന്നറിയിപ്പ് നൽകി. ഇറാൻ വിഷയത്തിൽ ട്രംപ് സ്വീകരിച്ച കടുത്ത നിലപാടുകൾ മേഖലയിൽ സമാധാനം കൊണ്ടുവരുന്നതിന് പകരം എണ്ണ വിപണിയെ കൂടുതൽ അസ്ഥിരമാക്കുകയാണ് ചെയ്തതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വാദം. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷാവസ്ഥ എണ്ണക്കപ്പലുകളുടെ യാത്രയെ ബാധിച്ചതും ഇൻഷുറൻസ് തുകകൾ വർദ്ധിച്ചതും അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ബാരലിന് $100 മുകളിലെത്തിച്ചു. ഇത് അമേരിക്കൻ പമ്പുകളിൽ വലിയ വിലക്കയറ്റമായി പ്രതിഫലിക്കുകയായിരുന്നു. ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഈ പരാജയത്തെ ഒരു ഫിയാസ്കോ അഥവാ വൻ പരാജയം എന്നാണ് ഡെമോക്രാറ്റുകൾ വിശേഷിപ്പിച്ചത്. എന്നാൽ ഈ വിമർശനങ്ങളെ ക്രിസ് റൈറ്റ് അതീവ ജാഗ്രതയോടെയാണ് നേരിട്ടത്. ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിൽ തുടരുന്ന അസ്ഥിരതയ്ക്കും ഭീഷണികൾക്കും ഒരു ശാശ്വത പരിഹാരം കാണാനാണ് ട്രംപ് ഭരണകൂടം ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വാദിച്ചു. ഇറാനെ പോലൊരു ഭീകര ഭരണകൂടത്തിന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള സാമ്പത്തിക ശേഷി നൽകുന്നത് ലോകത്തിന്റെ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ്. ആ ഭീഷണി അവസാനിപ്പിക്കാൻ ചില താൽക്കാലിക സാമ്പത്തിക ത്യാഗങ്ങൾ അനിവാര്യമാണ്. ഇതായിരുന്നു റൈറ്റിന്റെ മറുപടി. ആഗോള ഊർജ്ജ സ്ഥിരത ഉറപ്പാക്കാൻ ഇറാനിലെ ഭരണമാറ്റമോ അല്ലെങ്കിൽ അവരുടെ സൈനിക ശേഷി തകർക്കലോ അനിവാര്യമാണെന്ന ഭരണകൂടത്തിന്റെ നിലപാട് അദ്ദേഹം ആവർത്തിച്ചു. ഇന്ധനവിലയിലെ ഈ വർധനവ് കേവലം വാഹന ഉടമകളെ മാത്രമല്ല, രാജ്യത്തെ ചരക്ക് നീക്കത്തെയും കാർഷിക മേഖലയെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് ഇത് കാരണമായി. ഈ സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടം സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിൽ നിന്ന് കൂടുതൽ എണ്ണ പുറത്തുവിടാൻ തയ്യാറാകാത്തതിനെ ഡെമോക്രാറ്റുകൾ ശക്തമായി ചോദ്യം ചെയ്തു. വിദേശ രാജ്യങ്ങളിൽ കോടികൾ ചിലവാക്കി യുദ്ധം നടത്തുമ്പോൾ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടുകയാണെന്ന വികാരം ജനങ്ങൾക്കിടയിൽ പടരുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് വലിയ തിരിച്ചടിയായേക്കാം. വാഷിംഗ്ടണിലെ ഈ പോരാട്ടം വെറുമൊരു രാഷ്ട്രീയ വാഗ്വാദം മാത്രമല്ല, അത് അമേരിക്കൻ വിദേശ നയത്തിന്റെ ധാർമ്മികതയെയും സാമ്പത്തിക മുൻഗണനകളെയും കുറിച്ചുള്ള വലിയൊരു തർക്കമാണ്. ഇറാൻ യുദ്ധത്തിലെ പരാജയങ്ങൾ മറച്ചുവെക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരന്റെ പോക്കറ്റിൽ ഉണ്ടാകുന്ന ചോർച്ച അത് തുറന്നു കാട്ടുന്നു. ക്രിസ് റൈറ്റിനെ പോലുള്ള ഉദ്യോഗസ്ഥർ നൽകുന്ന സാങ്കേതിക വിശദീകരണങ്ങൾ കൊണ്ട് ജനങ്ങളുടെ അമർഷം തണുപ്പിക്കാൻ കഴിയില്ലെന്ന് ഈ ഹിയറിംഗിലെ നാടകീയ രംഗങ്ങൾ തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ധനവില നിയന്ത്രിക്കാൻ കടുത്ത നടപടികൾ ഉണ്ടായില്ലെങ്കിൽ ട്രംപിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ പ്രതിസന്ധിയിലായേക്കാം. സൈനിക വിജയത്തെക്കാൾ ജനങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കുറഞ്ഞ ഇന്ധനവിലയും സാമ്പത്തിക സുരക്ഷിതത്വവുമാണെന്ന സന്ദേശമാണ് ഈ ഷോഡൗൺ നൽകുന്നത്.